അങ്ങനെ നീ ഞങ്ങളുടെ കുടുംബം രവിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് മതികല മയിലിന് മുന്നറിയിപ്പ് നൽകുന്നു. ചന്ദ്രുവിനെ ഉടൻ വരുത്തണമെന്ന് മതികല ജലജയോട് പറയുന്നു. ബാലനും രവിയും മനസ്സജിനെ ജാമ്യത്തിലിറക്കുന്നു. മനസ്സജൻ കൂടുതൽ സൂക്ഷിക്കണമെന്ന് ബാലനും രവിയും. മനസ്സജിനെ ജാമ്യത്തിലിറക്കിയതിന്റെ പേരിൽ രവിയെ മതികല മുറിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇന്ദുവിന്റെ മുത്തച്ഛന് പണം തിരികെ കൊടുക്കുന്ന കാര്യത്തിൽ സീതയുമായി ബാലൻ ആലോചിക്കുന്നു. തുടർന്ന് കാണുക. ഞാൻ നകുലേട്ടനോട് വല്ലതും ആലോചിക്കട്ടെ, പുറത്തുനിന്ന് പലിശയ്ക്ക് വല്ലതും അറേഞ്ച് ചെയ്യാൻ. ഓഹോ, അത് ശരി. അവിടെയും ഞാൻ നാണം കിടണം അല്ലേ? നിന്റെ മുറച്ചിറക്കന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് പിന്നെ അവനെ കാണുമ്പോ മുണ്ടിന്റെ മടക്കിക്കുത്തു അഴിച്ചിട്ട് നടക്കണമായിരിക്കും. എന്റെ പൊന്നു ബാലേട്ടാ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ എങ്ങനെയാ? ഇപ്പോ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നല്ലേ? ഞാൻ ഒരിക്കലും ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറത്തില്ല. സ്വസ്ഥമായിട്ട് ചാകാനെങ്കിലും എല്ലാരും ഒന്ന് അനുവദിച്ചാ മതി. ബാലേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും നേരം നീ തന്നെയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു ആമുഖം? പറഞ്ഞാ ദേഷ്യപ്പെടരുത്, വഴക്കുണ്ടാക്കുകയും ചെയ്യരുത്. അതെന്താണെന്ന് കേട്ടിട്ടല്ലേ. അല്ലാതെ സീത ഒരു കാര്യം പറയുമ്പോ ചിരിക്കണമെന്നും ഒരു കാര്യം പറയുമ്പോ ദേഷ്യപ്പെടണമെന്നും ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചു നിൽക്കുന്നല്ലോ. എനിക്ക് പിടിക്കാത്ത കാര്യമാണ് കേൾക്കുന്നതെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും. അല്ലാതെ വായിൽ വെള്ളം ഒഴിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നീ പറയുന്നതെല്ലാം കേട്ട് ഒരു മണ്ടനെ പോലെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ പറയുന്നില്ല. ബാലേട്ടന് ദേഷ്യം വരും, ഉറപ്പാ. അങ്ങനെ നീ തീരുമാനിക്കണ്ട. നീ പറ. നിനക്ക് എന്നോട് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. അത് ഇന്ന് മാറ്റിവെച്ചാ നാളെ പറയേണ്ടി വരും. അപ്പോ പറഞ്ഞോ, നേരത്തെ അറിയാവല്ലോ കാര്യം എന്താണെന്ന്. അത് ബാലേട്ടാ, എന്റെ ഒരു അപേക്ഷയാണ്, അതനുസരിക്കണം. സീതേ, നീ ഈ നീണ്ട മുഖവരയായിട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴേ എനിക്കറിയാം ഇതെനിക്ക് പിടിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാനും ആദ്യമേ അങ്ങോട്ടൊരു അപേക്ഷ വയ്ക്കുക. ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും നീ എന്നെ നിർബന്ധിക്കരുത്. അതല്ല, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് അംഗീകരിക്കും. അല്ലെങ്കിൽ അതെന്റെ ഈ ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ അങ്ങ് പോകും. പിന്നെ അതിന്റെ പുറകിലൊരു സംസാരം കൊണ്ട് വരരുത്. ബാലേട്ടാ, ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, വീട്ടില് ഒരു പൂജയുടെ കാര്യം പറഞ്ഞായിരുന്നേ. എന്ത് പൂജയുടെ കാര്യം? നിന്റെ വീട്ടിൽ എന്തെങ്കിലും പൂജ നടക്കുന്നതിന് ഞാനെന്ത് വേണം? അത് അങ്ങനെയല്ല ബാലേട്ടാ. ബാലേട്ടനും എനിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള പൂജ. അത് കൊള്ളാം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ വരെ ആയോ പൂജ? സീതേ, മനുഷ്യന് പൂജ ചെയ്ത് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കല്ല വേണ്ടത്, അത് കൂടെയുള്ളവർ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യണം ബാലേട്ടാ? എന്റെ മനസ്സെന്താ മനസ്സിലാക്കാത്തത്? നിന്റെ മനസ്സ് കാണാൻ എനിക്ക് പറ്റുന്നില്ല സീതേ. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. നീ എന്നിൽ നിന്ന് ഇപ്പോഴും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഞാനത് ചോദിക്കാത്തത് മണ്ടനായതുകൊണ്ടൊന്നുമല്ല. എന്തെങ്കിലും നിനക്ക് പറയണമെന്ന് തോന്നുമ്പോൾ പറ. പക്ഷേ നീ അത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാലത്ത് ഞാനത് കേൾക്കാൻ കാണണമെന്നില്ല. അത്രേ ഉള്ളൂ. ബാലേട്ടൻ, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. ബാലേട്ടനോട് ഞാൻ അപേക്ഷിക്കുക, വീട്ടിൽ നടക്കുന്ന പൂജയിൽ ബാലേട്ടനും കൂടെ പങ്കെടുക്കണം. അത് കൊള്ളാം. നിന്റെ വീട്ടിൽ പൂജ നടക്കുന്നതിന് ഞാൻ എന്തിനു പങ്കെടുക്കണം? അവിടെ പൂജ നടത്തുകയോ ഹോമം നടത്തുകയോ എന്തു വേണേലും ചെയ്യട്ടെ. അത്തരം കോമാളിത്തരത്തിനൊന്നും ബാലനില്ല. എനിക്കത് വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് അമ്പലത്തിലും ദൈവത്തിലും പൂജയിലും ഒക്കെ വിശ്വാസമുണ്ട്. പക്ഷേ നിന്റെ വീട്ടില് ഞാനൊരു അധികപ്പറ്റ, അതെനിക്കറിയാം. അപ്പോ അവിടെ വന്ന് പൂജയിൽ പങ്കെടുക്കാനും പഞ്ചാര കൂട്ടിയിട്ട് ചായ കുടിക്കാനൊന്നും ഞാനില്ല. മധുരം പുരട്ടി സംസാരിക്കാനല്ലാതെ മനസ്സിനൊരു താല്പര്യവും നിന്റെ വീട്ടുകാർക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരെന്നെ കാണുന്നതേ കാഞ്ഞിരനീര് കുടിച്ച കൈപ്പോടെയാണ്. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന ഒരു കാര്യം നീ എന്നോട് പറയണ്ട. അവിടുത്തെ പൂജ എനിക്കറിയണ്ട, മാമാങ്കോ എനിക്കറിയണ്ട. അവിടെ എന്ത് ഉത്സവം നടന്നോട്ടെ, അതില് ബാലനെന്ത് കാര്യം? അങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ട. ബാലേട്ടൻ വരണം, കാല് പിടിച്ച് അപേക്ഷിക്കാം. സീതേ, നിർത്തിയാക്ക്. ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തെല്ലാം പോകുന്ന ശീലം ബാലനില്ല. എനിക്ക് പഠിപ്പില്ല, വിവരമില്ല, സൗന്ദര്യമില്ല, ബന്ധുബലമില്ല, പണമില്ല. ഉള്ളത് കുറച്ച് ആത്മാഭിമാനവും കുറച്ച് ദുരഭിമാനവും തന്നെയാണ്. ആ ദുരഭിമാനവും ആത്മാഭിമാനവും ഒക്കെ തന്നെയാണ് എൻ്റെ ജീവിതവും. അതില്ലാതായാലേ ഈ ബാലനില്ല. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തവരുടെ മുന്നിൽ പോയി കോമാളിയെപ്പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കാനും അവർ പറയുന്നത് കേട്ട് തലകുലുക്കി അനുസരിക്കാനും ഒക്കെ നീ എന്നെ നിർബന്ധിക്കരുത്.
നിർബന്ധിച്ച അതിപ്പം നമുക്കിടയിലുള്ള ബന്ധത്തിന്റെ നാരുകൂടി പൊട്ടാനിടയാകും. ബാലേട്ട, ഞാൻ മതി, വേറൊന്നും നിനക്ക് പറയാനില്ലെങ്കിൽ നീ പോയി വേറെ വല്ല കാര്യം നോക്ക്. എനിക്ക് ഇതേപ്പറ്റി ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. കഷ്ടമുണ്ട് കേട്ടോ, വീട്ടിലേക്ക് വന്ന് കേറാൻ പറ്റാതായി. വന്ന് കേറിയാലുടൻ കണ്ണീര് മുടിഞ്ഞ പ്രാക്കും. അങ്ങ് ഇല്ലാതായി പോയാൽ മതിയായിരുന്നു, എല്ലാവരുടെ സൂക്കേട് തീർന്നേനെ. കണ്ണീര് വീണ് വീണ് വീട് മുക്കാലും മുടിഞ്ഞു. പിന്നെ കരയുന്നവർ ശബ്ദമില്ലാതെ കരഞ്ഞോണം. കാരണം ഞാൻ ഇത്തിരി നേരം കണ്ണടച്ച് സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നോട്ടെ. മാഡം പാതി, സർവന്റ് പാതി. പടം ഇതാ മാല്. അല്ല മാഡം, പാല് പഞ്ചസാര ഇട്ടിട്ടുണ്ടോ? പഞ്ചാര ഇട്ടു. പഞ്ചാര ഇട്ടു, വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചോ? ഹലോ, പാല് കാച്ചാൻ നേരം വെള്ളം ഒഴിച്ച കാച്ചിന്ന്. കട്ടി കുറയ്ക്കണ്ടേ മാഡം? എന്റെ പാവം മാഡത്തിന് കൊളസ്ട്രോൾ വരാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ മാഡം? വലിയ സുഖിപ്പിക്കലൊന്നും വേണ്ട. ഓ, നിന്റെ കിരീടം എന്തിയേ? ഹെൽമറ്റ് ആണോ മാഡം ഉദ്ദേശിച്ചത്? ആ, ഞാനത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. മാഡത്തിന് അടുത്ത തവണ വട്ടളവുമ്പോ വെക്കാനാ. എനിക്ക് വട്ട് വരുമെന്നോ? ഈ പാലെടുത്ത് നിന്റെ തലയിൽ ഒഴിക്കും ഞാൻ. എന്നെ പാലഭിഷേകം നടത്തല്ലേ മാഡം? അടുക്കളയിൽ വേറെ പാലില്ല. ഉച്ചക്കത്തേക്ക് എന്താ? എന്താ മാഡം? നീ എന്താ പൊട്ട് കളിക്കുന്നോ? ഉച്ചക്ക് കഴിക്കാൻ എന്താണെന്ന്? അല്ല മാഡം അല്ലേ പറഞ്ഞത് ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ വേണമെന്ന്? അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുക്കട്ടെ? എടുക്കണ്ട, ഉച്ച ആയില്ലല്ലോ. മാഡം പറഞ്ഞാ ഇത് ഉച്ചയാണെന്ന് ഞാൻ അങ്ങ് സമ്മതിക്കും. നീ എന്താ കളിക്കാണോ? അല്ല മാഡം, ഒരു കാര്യം ചോദിക്കണമെന്ന് കുറച്ചു ദിവസം കൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്താ? അല്ല, ഈ ബാംഗ്ലൂരിന്ന് ആര് വരുന്നുണ്ടെന്ന് കേട്ടു? ബാംഗ്ലൂരല്ല, ബാംഗ്ലൂര്. അവിടുന്ന് തന്നെ ഒരു ചന്ദ്രനോ അങ്ങനെ ആരോ. എന്റെ ആങ്ങളയുടെ മോന, സഞ്ജുന്റെ ചേട്ടൻ, ചന്ദ്രസേനൻ ജയസേനൻ ചന്ദ്രു. ആ കൊച്ചിനല്ലേ ബാംഗ്ലൂര് ഭ്രാന്താശുപത്രിയിൽ ഉണ്ടായിരുന്നത്? അപ്പോ നിങ്ങൾക്ക് കുടുംബപരമായി എല്ലാവർക്കും ഭ്രാന്തുണ്ടല്ലേ മാഡം? ദേ, കാലുമടക്കി ഒരു തൊഴിൽ തന്നാലേ 8 ഒടിഞ്ഞു പോകും. ആരുടെ കുടുംബത്തിലാടി ഭ്രാന്ത്? ആരുടെ കുടുംബത്തിലാ ഭ്രാന്തെന്ന്? അല്ല മാഡം, ഞാനങ്ങനെ കേട്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. നീ കൊറേ കേട്ടു. അത് ചന്ദ്രന് ബുദ്ധി കൂടി ചില കുഴപ്പങ്ങൾ ഉണ്ടായതാ. അതിന് ആളുകൾ എന്തൊക്കെ പറഞ്ഞു പരത്തി. മയക്കുമരുന്നിന് അടിമയാണ്, ഭ്രാന്താണ്, കുന്തവാണ്, കൊടച്ചക്രമാണ്. ഇത്രയും നല്ല തങ്കപ്പെട്ട പയ്യനായിരുന്നെങ്കിൽ നമ്മുടെ മതികലമോൾക്ക് ആലോചിക്കായിരുന്നു. മതികലമോൾക്ക് നല്ല ചേർന്ന ആളല്ലേ? നീ കളിയാക്കാണോ? അല്ല, സത്യമായിട്ടുമല്ല. അവര് പിന്നെ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അവക്ക് വേറൊരു തെണ്ടിയെ മതിയെന്നും പറഞ്ഞ് ഒറ്റക്കാലി നിൽക്കുവല്ലായിരുന്നോ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല മാഡം, ഇപ്പൊ ചന്ദ്രകുഞ്ഞെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കാര്യമുണ്ട്. ചിലരെ ഒതുക്കണമെങ്കിൽ ചന്ദ്രു വന്നേ പറ്റൂ. സഞ്ജുവിനെ പോലെ ഒന്നും അല്ല അവൻ. അവൻ രാവണനാ, രാവണൻ. 10 തലയും 20 കൈയും. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നേ? അല്ല, ചുമ്മാതങ്ങ് പേടി വന്നു പോയതാ മാഡം. അതാണ് ചന്ദ്രു. ഞാൻ തന്നെയാ ചന്ദ്രുവിനെ നേരിട്ട് വിളിച്ചോണ്ട് വരാൻ പോകുന്നത്. ബാംഗ്ലൂരിലേക്കോ? ബാംഗ്ലൂരിലേക്ക്.
ആ ജോർജെ, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക. ഒന്ന് ഫ്രഷ് ആവണം. 2 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരാം. ആ ശരി. ആ പിന്നെ ബാങ്ക് മാനേജർ ഷാഹിദിനൊന്ന് വിളിക്കണം. നമ്മുടെ ഓഡിയുടെ കാര്യം മറക്കരുത്. ആ ശരി, ഓക്കെ. ഓ എന്താ മാഡവും മെഡവും കൂടി ഒരു ഗൂഢാലോചന? അല്ല, ഞങ്ങൾ ചന്ദ്രു സാറിന്റെ വരവിനെ കുറിച്ച് പറയുമായിരുന്നു. ഏത് സാറ്? ചന്ദ്രു സാറ്. എന്റെ ആങ്ങളയുടെ മോൻ ചന്ദ്രു. ഞാൻ പറഞ്ഞില്ലായിരുന്നു അവന്റെ വരവിനെ കുറിച്ച്. അതിന്റെ മറുപടി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. പേടിച്ചുപോയി. പേടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓ, നിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച ഞാൻ ഇനി എന്തുകൊണ്ട് പേടിക്കാനാ? ദേ, നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തുറന്നു പറ. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അറച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യമായിട്ട് തന്നെ പറഞ്ഞേക്കാം. എനിക്കൊരു യാത്ര പോണം. നല്ല കാര്യം. വല്ല തീർത്ഥയാത്രയാണെങ്കിൽ വളരെ നല്ല കാര്യം. ആട്ടെ, എങ്ങോട്ടാ യാത്ര? കാശിക്കോ രാമേശ്വരത്തിനോ? ബാംഗ്ലൂർക്ക്. ബാംഗ്ലൂർക്കോ? അവിടേതാ ഫേമസ് ടെമ്പിള്? അല്ല, ഏത് ദൈവം അവിടെ? ബാംഗ്ലൂരിലെ ദൈവത്തിന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഇവിടെ നിന്ന് തൊഴും. ചന്ദ്രു. ഓ, നിന്റെ ആങ്ങളയുടെ മോൻ. അല്ല, അവന്റെ വരവിനെ കുറിച്ചായിരുന്നല്ലോ വേലക്കാരിയായിട്ട് ചർച്ച. അതെ, ചന്ദ്രുവിന്റെ വരവ് ഇടുത്തി പോലെയാവും പലർക്കും. നോക്കിക്കോ. ചന്ദ്രുവിനെ കൂട്ടിക്കൊണ്ട് വരാനാ ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നത്. നീ പോവരുത്, എനിക്കതേ പറയാനുള്ളൂ. അതിനാര് നിങ്ങളോട് അനുവാദം ചോദിച്ചു? കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. നിങ്ങളും ഒന്ന് കരുതിയിരുന്നു. സഞ്ജു അല്ല, ചന്ദ്രു. ജലജ, നീ അപകടം വിളിച്ചു വരുത്താനാ നോക്കുന്നത്. ബസ് മാസ്റ്ററിന് വരം കൊടുത്ത പോലെയാവും അവസാന കാര്യങ്ങൾ. ചന്ദ്രു അപകടമാണ്, മരണമാണ്. നിങ്ങൾക്കപ്പ കാര്യങ്ങൾ അറിയാം, കൃത്യമായിട്ടും അറിയാം. നിന്റെ ആങ്ങളുടെ മക്കളെയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 10-25 കൊല്ലമായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോവരുത്, ചന്ദ്രുവിനെ കൊണ്ടുവരരുതെന്ന്. പോകും, കൊണ്ടുവരും. അത് ഞാൻ നേരത്തെ പറഞ്ഞതാ. അടുത്ത ദിവസം തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. പോകരുത്, ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ എന്നെ ചുമ്മാ ചിരിപ്പിക്കരുത്. നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചന്ദ്രുവിന്റെ വരവ് കൺഫേം ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ എന്റെ ഒരു ഔദാര്യം. നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാ. എനിക്കുള്ള മുന്നറിയിപ്പോ? എനിക്കെന്തിനു മുന്നറിയിപ്പ്? മുന്നറിയിപ്പ് വേണമല്ലോ. ആദ്യം മുന്നറിയിപ്പ്, അത് കഴിഞ്ഞ് ആക്ഷൻ പ്ലാൻ. അങ്ങനെയല്ലേ പതിവ്? നീ എന്താ വരട്ടുകയാണോ? അതെ, വരട്ടുക തന്നെ. എന്നോടും എന്റെ മോളോടും ചെയ്തതിനെല്ലാം പകരം വീട്ടാനാ ചന്ദ്രു വരുന്നത്. എന്റെ മകളെ നോവിച്ചതിനും എന്നെ ഭ്രാന്തിയാക്കിയതിനുമൊക്കെ അവൻ പകരം ചോദിക്കും. നീ നിന്റെ മകളും സ്വയം വരുത്തി വെച്ച ഓരോ കുഴപ്പങ്ങൾക്ക് ആരോട് പകരം ചോദിക്കാൻ അടി? നിങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്കെതിരെ നിന്ന എല്ലാവരോടും പകരം ചോദിക്കും. പിന്നെ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചില്ലേ? പറയാം. ഇനി മേലിൽ എനിക്കും എന്റെ മകൾക്കുമെതിരെ ആരോടെങ്കിലും പക്ഷം ചേരാനോ, ഞങ്ങൾക്കെതിരെ ശബ്ദിക്കാനോ, ഞങ്ങളുടെ ശത്രുക്കളെ ആരെയെങ്കിലും സഹായിക്കാനോ നിങ്ങൾ മുതിർന്നാൽ ഭ്രാന്തി എന്ന് പേര് കേട്ട ജലജകുമാരിക്ക് ഇനി വിധവയെന്ന് കേട്ടാലും ഒരു ചുക്കുമില്ല. അരെ വാ, ചന്ദ്രുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ മുമ്പിൽ കണ്ടത് ചോര. ശുഭലക്ഷണമാ. ശത്രുക്കളെ അപ്പാടെ തീർത്ത് കെട്ടാനാ ചന്ദ്രുവിന്റെ വരവ്. അതിനെതിരെ നിന്ന് നിങ്ങള് സ്വന്തം തല കളയണ്ട. കൊടുങ്കാറ്റിനെ കയറുകൊണ്ട് കെട്ടിയിടാൻ പറ്റില്ല. ഓർത്തു വെച്ചോ.
മതി മതി. എന്റെ പേര് വിളിച്ച് കൂവണ്ട. നിങ്ങളെ ഞാൻ ഇറക്കി വിട്ടതാ. എന്നിട്ട് നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരാൻ പോവല്ലേ? കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടൻ എന്നെ ഇവിടെ വന്നിരിക്കുന്നേ ഭക്ഷണം കഴിച്ചാനാണോ? ഓ, അതിനാണോ കൊച്ചേച്ചി ഇവിടെ കണ്ടു വെച്ചിരുന്നേ മടിയേ മടിയേന്നും പറഞ്ഞ്? ഞാൻ കണ്ടിയേ കുഞ്ഞേട്ടനെ ചോറ് മടിയേ മടിയെന്ന് വെച്ച് വന്നാന്ന് പയറ് നന്നിട്ടേ. കൊച്ചേച്ചി വരുമോ ചോറെടുത്ത് തരാന്? അറിയത്തില്ല, വന്നില്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും. ഞാൻ വിളമ്പിട്ടെ? വേണ്ട, ഞാൻ വിളമ്പിത്തരും. ഞാൻ ഇന്ന് അമ്മയായിട്ട് നിന്ന് എന്റെ കുഞ്ഞേട്ടന് ചോറ് വിളമ്പിത്തരും. വേണ്ട മോളെ, നീ അവിടെ നിക്ക്. അവിടെ ഇരടാ കുഞ്ഞേട്ടാ, ഇരിക്ക. ഞാൻ പോയി എടുത്തോളാം. വെറുതെ നീ എല്ലാം കൂടി തട്ടിമറിച്ച് കളയല്ലേ. ഞാനങ്ങനെ തട്ടിമറിച്ച് കളയത്തൊന്നുമില്ല. ഞാനേ ഇപ്പൊ പണ്ടത്തെ കുട്ടിയൊന്നും അല്ല. പങ്കരം പിടിക്കായി പോയി. പങ്കരം പിടിക്കാ. കുഞ്ഞേട്ടൻ ഇവിടെ ഇന്നാ മതി, ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞില്ലേ. കുഞ്ഞേട്ടാ, എനിക്ക് ദേഷ്യം വന്നോട്ടോ. കൊണ്ടുപോകുമ്പോ കൂട്ടി തരാം. അവിടെ മോളെ, നിനക്ക് വയ്യാതിരിക്കുവല്ലേ, നീ ചോറൊന്നും എടുക്കണ്ട. പിന്നെ എനിക്ക് ചോറെടുക്കാനുള്ള ആഗോര്യമൊക്കെ ഉണ്ട്. കണ്ടില്ല, ഭയങ്കര ശക്തിയുണ്ട്. ഞാനിപ്പോ എത്തിട്ട് തരാട്ടാ. എന്നാ പാത്രം ഇപ്പഴമേ തരാട്ടാ. ചോരെ അവിടെ കൂടപ്പിറപ്പ് എന്താണെന്ന് കുഞ്ഞേട്ടൻ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ബാലേട്ടനും അത് മനസ്സിലാക്കി തരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നീയും. കുഞ്ഞേട്ടൻ കഴിച്ചോ? കുട്ടിമണി കഴിക്കുന്നുണ്ടോ? ആ, ഞാൻ കഴിച്ചടാ. ഇപ്പൊ വേണ്ട, ഇപ്പൊ കുഞ്ഞേട്ടൻ കഴിച്ചാ മതി. കുഞ്ഞേട്ടനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരൊക്കെ മടി മടിയെന്ന് പറയണം. അപ്പൊ ഇറങ്ങി വരാത്ത കൊച്ചേച്ചി അവിടെ ഇരുന്ന് നാണിച്ചു പോകും. കൊച്ചേച്ചി വന്നില്ലെങ്കിലും കുഞ്ഞേട്ടന് ചോറ് കിട്ടിയല്ലോ നോട്ട്. ആ, എന്നെ പിന്നെ കഴിച്ചോ, ഇഷ്ടം പോലെ കഴിച്ചോ. ഞാൻ കാര്യം എടുത്തു തരാം കേട്ടോ. ആ കാര്യം പിന്നെ എരിവല്ല കാര്യാണേ, സൂക്ഷിച്ച് കഴിച്ചനെ. എരിവാണെങ്കിലേ രണ്ടീ വെള്ളത്തം കുറ്റാതി. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്നോട് വല്യേച്ചി മനുഷ്യനും ഒക്കെ പറഞ്ഞതാ. എന്താ? ഭക്ഷണം കഴിച്ചുമ്പോ നമ്മള് മറ്റൊന്നും ചിന്തിച്ചരുതെന്ന്. ഭക്ഷണത്തെ പറ്റി മാത്രമേ ചിന്തിച്ചാവൂന്ന്. പിന്നെ വേറൊരു കാര്യം, ഭക്ഷണം കഴിച്ചുമ്പോ നമ്മൾ ശമാരിച്ചരുത്. ശമാരിച്ചാ എന്നാ പറ്റുമെന്ന് അറിയാവോ കുഞ്ഞേട്ടാ? എന്നാ പറ്റും? അതും മനുഷ്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുമ്പോ നമ്മൾ ശമാരിച്ചാലേ ഭക്ഷണം മൂക്കേക്കൂടെ കയറി നമ്മുടെ തലച്ചോരെ കയറും. അങ്ങനെ ചോര നമ്മുടെ തലച്ചോരെ കയറിയാ നമ്മൾ ചത്തുപോകും കേട്ടോ. അതുകൊണ്ട് ശമാരിച്ചത്. ഇനി അഥവാ അങ്ങനെ ചോറിന് തലച്ചോറി പോണെന്ന് തോന്നിയ ഈ തലം കൊണ്ട് ചുറ്റും എന്നെ അടിച്ചു കൊല്ലൂടൂ നീ. ഇങ്ങനെ ഇരിച്ചാലേ തലച്ചോറ് കയറിപ്പോയ ചോറ് തിരിച്ച പാത്രത്തിൽ വരും കേട്ടാ. ഇനി കുഞ്ഞേട്ടന് എന്തേലും ആവശ്യമുണ്ടേ കുട്ടിമണിയേനൊന്ന് വിളിച്ചാ മതി. അല്ലെങ്കിലേ മോളെ എന്ന് വെച്ചാലും മതി. ഞാൻ വന്നോളാം. കഴിച്ചോ, നല്ല താടി കുത്തനല്ലേ, കഴിച്ചോ. അയ്യോ, ഞാനങ്ങ് പേടിച്ച് ചത്തുപോയി. ശ്വാസം ഉണ്ടല്ലോ, ശ്വാസം കൊച്ചു കല്ല.
ഇതൊക്കെ നിനക്ക് അറിയാല്ലേ? ആ, ആ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ. അതെ, വലിയ ചെഞ്ച് പഠിപ്പിച്ചു തന്നടാ. മനസ്സിജൻ ചത്തോന്നറിയാനേ ശ്വാസം ഉണ്ടോ നോക്കിയാ മതി. ആ, ശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു, ശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ചത്ത്. അത്രയൊക്കെ എന്റെ ഭാര്യയ്ക്ക് അറിയാം. ഇത്ര മിടിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. മനുഷ്യ, ഞാൻ ഭയങ്കര മിടുക്കിയല്ല മനുഷ്യ. എന്റെ ബുദ്ധിയെ പറ്റി മനുഷ്യനെ അറിയാൻ വയ്യാത്തോണ്ടാ. ഞാനേ ഒരു സത്യം പറയട്ടെ. സത്യം പറ. പറയട്ടെ, ഈ വീട്ടില് ഏറ്റവും ബുദ്ധിയുള്ള ആളാരാ? ഈ ഞാനാ, കുട്ടുവനി. അത് കറക്റ്റാടി. നീ ബുദ്ധിയില്ലെന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നതാ. നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കുബുദ്ധി. ആരും കുത്തിയില്ല. അല്ല, ആരാണ്ട് കുത്തിയിപ്പോ മനുഷ്യൻ വന്നല്ലോ. ആ, ഒരാന കുത്തി. ഒന്ന് മിണ്ടായിരിക്കോ? അല്ല, നീ എവിടെയായിരുന്നു? ഞാനേ ഇപ്പോ ഒരു വലിയ കാര്യം ചെയ്തിട്ട് വരുവാ. എന്തോന്ന് വലിയ കാര്യം? ഞാനേ കുഞ്ഞേട്ടന് ചോറ് വിളമ്പി കൊടുക്കാൻ പോയിട്ട് വരുവാ. രവിയേട്ടനോ? നീയോ? കുഞ്ഞേട്ടന്. കുഞ്ഞേട്ടൻ അവിടെ ഊണ് കഴിക്കുന്ന തിന്നിട്ടേ കൊച്ചേച്ച വിളിയോടെ വിളിയായിരുന്നേ. കൊച്ചേച്ചൊന്നും വന്നില്ല. അവരെ പിടങ്ങിയിരിക്കുവാണല്ലോ. കുഞ്ഞേട്ടനും കൊച്ചേച്ചക്കിടയില് എന്തോ ഒരു വഴക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് എന്നിട്ട് കുഞ്ഞേട്ടന്റെ അടുത്ത് ചോദിച്ചു, കുഞ്ഞേട്ടന് കഴിച്ചാൻ എന്തെങ്കിലും വേണോന്ന്. കുഞ്ഞേട്ടനൊന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ പോയി ഒരു പാത്രം എടുത്ത് കുഞ്ഞേട്ടനെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. അതിലോട്ട് ചോറും കറിയും എല്ലാം ഇട്ടു കൊടുത്ത്. അത് നന്നായി. എന്നിട്ട് കുഞ്ഞേട്ടൻ കഴിച്ചോ? കഴിച്ചോന്നാ. എന്നെ ദൈവമേ, കുഞ്ഞേട്ടന് ഭയങ്കര വിശപ്പല്ലായിരുന്നോ? ആണോ? ധീരതി പിരിച്ച് വാരി വാരി ഞാൻ കഴിച്ചു. ഇങ്ങനെ എന്തോ സമാധാനമായി. നീ മര്യാദക്ക് വിളിയേട്ടല്ലോ. എന്നാ മനുഷ്യ? ഓ, നശിപ്പിച്ച്. എന്റെ കുട്ടു, നീ വിചാരിച്ച ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവരെ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം കഴിച്ചു തീർക്കുന്ന കാര്യമാണോ? ഞാൻ കഴിച്ചാലോ? അയ്യോ, ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ല. ഈ വീട്ടില് സമാധാനം ഉണ്ടാക്കാൻ നീ വിചാരിച്ച കഴിയും. അതെങ്ങനെയാ സമാധാനം ഉണ്ടാക്കുന്നേ? അതൊക്കെ ഉണ്ട്. നമുക്കേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാക്കണം കേട്ടോ. അകന്നു നിൽക്കുന്നവരെല്ലാം ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയണം. വഴക്കും ബഹളവും ഒന്നും പാടില്ല. പണ്ട് സ്നേഹം കൊണ്ടുണ്ടാക്കിയ ഒരു വയലൊരു വീടില്ലായിരുന്നോ? അതുപോലെ ആക്കണം. വേണ്ടേ? വേണം മനുഷ്യ. എന്താന്നറിയത്തില്ല, ഇവിടെ എപ്പോഴും അങ്ങ് വഴക്കാം. ചിലപ്പോ അങ്ങ് പോവാൻ തോന്നും. വഴക്കെല്ലാം മാറണം മനുഷ്യ. എന്നിട്ട് എല്ലാരും സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കണം. എല്ലാരും സന്തോഷത്തിൽ ജീവിക്കും. കുട്ടിമണി പ്രാർത്ഥിച്ചാ മതി. നമ്മുടെ കുഞ്ഞുമണി വരുമ്പോ കുഞ്ഞുമണി മാത്രല്ല, കുട്ടാപ്പവും വരും. കുഞ്ഞുമണിയും കുട്ടാപ്പവും വരുമ്പോ ഇവിടെ സമാധാനവും സന്തോഷവും മാത്രം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സും വിഷമിക്കത്തില്ലേ? കുഞ്ഞുമണിച്ചി ഇപ്പഴേ വിഷമോ? എന്നോട് എപ്പോഴും ചോദിച്ചു, അമ്മേ അമ്മേ എന്തിനാ അമ്മേ ഇവിടെ എപ്പോഴും വഴക്കെന്ന്. ഞാൻ എങ്ങനെ ഈ വഴക്കിന്റെ ഇടയിലേക്ക് വരുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, വഴക്കൊക്കെ തീക്കാൻ എന്റെ കുഞ്ഞുമണി വിഷമിച്ചെന്താന്ന്. കുട്ടു, വഴക്കെല്ലാം തീരും. നിന്റെ മനസ്സിലെ നന്മയുണ്ടല്ലോ, നിന്റെ മനസ്സിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, അത് മാത്രം മതി. എല്ലാം ശരിയാവും. എന്റെ പറ്റുകാവിലമ്മേ, നമ്മുടെ വീട്ടിൽ ശതമാനം വരണേ. ഭഗവാനേ, ഭഗവതിയേ, മാനപ്പൂപ്പാ, ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് ശതമാനം വരണേ. ഭഗവാനേ, ശരണയ്യപ്പാ. നിങ്ങൾ ഇങ്ങനെ തേരാപ്പാരാ നടന്ന കാര്യത്തിന് പരിഹാരമാവോ? ഞാൻ പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നത്? തലയും കുത്തി നിൽക്കണോ? ഈ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ഞാനോ നിങ്ങളോ തലയും കുത്തി നിന്നിട്ടോ, നിങ്ങൾ കാവടി എടുത്ത് ആടിയിട്ടോ കനലാട്ടം നടത്തിയിട്ടോ ഒരു കാര്യവും ഇല്ല. വീട്ടിൽ സമാധാനം വരണമെങ്കിലേ
വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ അഹങ്കാരം കുറയണം. ഓ, എന്നാലും രവിയെ മുറിക്കകത്ത് കയറരുതെന്നും പറഞ്ഞ് അവള് വാതിലടക്കിയെന്നൊക്കെ പറഞ്ഞാൽ, അല്ല അതിന് മാത്രം രവി എന്ത് തെറ്റാ ചെയ്തത്? അവക്ക് ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്താലും അത് തെറ്റാണല്ലോ. എന്നുവെച്ച് സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ജാമ്യം നിൽക്കാൻ പോയതാണോ ഇത്രയും വലിയ തെറ്റ്? ബാലൻ പോയല്ലോ, എന്നിട്ട് സീത ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു സുഭദ്രേ, സീതയെയും മതികലയും ഒരേ തട്ടിൽ അളക്കാൻ ശ്രമിക്കുന്നത് എന്ത് മണ്ണത്തരാടി. സീത വേറെ, പേര് പോലെ തന്നെ അത് ക്ഷമയും സഹനശക്തിയൊക്കെയുള്ള ഒരു നല്ല കൊച്ച്. മതികല അങ്ങനെയാണോ? മതിച്ച് നടക്കുന്ന ഒരു ജന്തു. നല്ല കരണം പൊട്ടുന്ന അടി കൊടുക്കാഞ്ഞിട്ടാ അവക്ക്. രവിയെ കൊണ്ടത് പറ്റത്തുമില്ല. അതൊന്നുമല്ല, രവിക്ക് മാറ്റമൊക്കെ ഉണ്ട്. അതിന് ഉദാഹരണമില്ലേടി, അവള് പോരുത് എന്ന് പറഞ്ഞപ്പോ അവളെ തട്ടി മാറ്റി രവി പോയത്. ആ, അത് ശരിയാ. അല്ല, ചെറുക്കം മാറി മാറി വരുന്നുണ്ട്. അതെ, നമ്മുടെ മയിലിന്റെ ഉപദേശം കൊണ്ടാ. ആരെങ്കിലും ഒരാൾ നേർവഴി പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അവൻ നേരത്തെ അങ്ങ് മിടുക്കനായി പോയേനെ. ആ, ഇനി ഏതായാലും വരണ പോലെ വരട്ടെ. എത്ര കാലം അവളിങ്ങനെ നടയടിച്ചിരിക്കാനാ? അവള് കഥക്ക് തുറന്നല്ലേ പറ്റൂ, രവി അകത്ത് കയറിയല്ലേ പറ്റൂ, അവരൊരുമിച്ച് ജീവിച്ചല്ലേ പറ്റൂ. ഇനി അവള് പോയി വിവാഹബന്ധം വേർപെടുത്തി കളയാമെന്നും പറഞ്ഞ് വല്ല കടലാസം മുക്കി പിടിച്ചോണ്ട് വരുവോ? അല്ല, മുമ്പ് ആ വക്കീല് പെണ്ണ് അയച്ചില്ലേ ബാലൻ, അതുപോലെ വല്ലോ? അയക്കുന്നെങ്കിൽ അയക്കട്ടെടി. ഇങ്ങനെയുള്ളവളോട് കൂടി ജീവിക്കുന്നതിലും ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ. മനുഷ്യന് മനസമാധാനമെങ്കിലും കാണത്തില്ല. ഇതിപ്പോ അവൾക്ക് കുറച്ച് സ്വത്തും മുതലൊക്കെ ഉണ്ട്. അവർ മേടിച്ചിട്ട 2 കാറുകളിലും കയറി ഇറങ്ങി നടക്കാം. അതല്ലാതെ ഇവൻ എന്തെങ്കിലും വിലയുണ്ടോ? ഇവന് വകവെക്കുന്നുണ്ടോ അവള്? കാശിന് 16 അവൾ ഇവനെ കാണുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ഇതൊക്കെ? അപ്പോ അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ അവന്റെ ആയുസ്സെങ്കിലും കൂടുമല്ലോ. என்னம்மா, என்ன பெரியப்பா, என்னம்மா, என்ன ஒரு டிஸ்கஷன்? ഓ, ഒന്നുമില്ല, ഒരു ഡിസ്കഷനും ഇല്ല. ഈ വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയായിരുന്നു. ഞങ്ങൾ പ്രായമായവർക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ സംസാരിക്കാനല്ലേ പറ്റൂ. അല്ലാതെ ഒന്നിലും ഇടപെടാനും പരിഹാരം കാണാനും പറ്റത്തില്ലല്ലോ. അതിനുള്ള ത്രാണിയും ഇപ്പൊ ഇല്ല. என்ன പുതിയ പ്രോബ്ലം? ഓ, കാര്യങ്ങളൊക്കെ പഴയത് തന്നെ കൊച്ചേ. ഇന്ന് കാലത്ത് നീയും കൂടി പറഞ്ഞിട്ടാണല്ലോ ബാലനും രവിയും കൂടെ മനസ്സജന ജാമ്യത്തിൽ ഇറക്കാൻ പോയത്. ആ, അതൊക്കെന്നെ ജാമ്യം കിട്ടിയല്ലോ. പിന്നെന്താ? ജാമ്യമൊക്കെ കിട്ടി, അതൊരു നല്ല കാര്യം. പക്ഷേ അതിന്റെ പേരിൽ രവി ഇപ്പൊ പുറത്തായി. എന്ന പെരീപ്പാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ കൊച്ചേ, ഇവിടെ ഭയങ്കര പുകിലായിരുന്നു. രവിയുമായിട്ട് എന്തൊരു അംഗമായിരുന്നു മതികല. മനസ്സജന ജാമ്യത്തിൽ ഇറക്കാൻ പോയതിന്റെ പേരില്. ഹോ, അവസാനം അവനെ മുറിയിൽ നിന്ന് പിടിച്ചിറക്കി പുറത്തേക്ക് വിടുകയും ചെയ്തു. റൂമിന്ന് ഇറക്കി വിട്ടുന്നോ? എന്നിട്ട് രവിയണ്ണ എവിടെ? ആ പാവം അകത്ത് നടുമുറിയിൽ പോയി ഇരിപ്പുണ്ട്. അവിടെ ഇരുന്ന് കുറെ മുമ്പ് വരെ അവളെ വിളിക്കുന്നത് കേട്ട്, മതിയേ മതികലേ പൊന്നേ, ഭക്ഷണം വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ എടുക്കെന്നും പറഞ്ഞു. അവളിറങ്ങി വരുവോ എന്താണെന്ന് അറിയാനായിട്ട് ഞാനും അനങ്ങിയില്ല. കഷ്ടം. എന്നിട്ട് രവിയണ്ണന് ഭക്ഷണം കിട്ടിയോ? കുട്ടിമണി എന്ന് വിളമ്പിക്കൊടുത്തെന്ന് തോന്നുന്നു. ആ, അവക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവളുടെ കുഞ്ഞേട്ടനല്ലേ. പോരാത്തതിന് അവളുടെ ഭർത്താവിനെ ഇറക്കാൻ പോയതിന്റെ പേരിലാണ് അവളെ കുഞ്ഞേട്ടൻ മുറിക്ക് പുറത്തായത്. എന്നമ്മാ ഇത്? എനിക്കറിഞ്ഞൂടാ. എന്താ മതികളാക്ക ഇങ്ങനെ? അത് തന്നെയാ മോളെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്തായാലും രവിയണ്ണെ ഒന്ന് ചെന്ന് കാണട്ടെ. നീ പോയിട്ട് വാ. രവിയണ്ണ, ഇതെന്താ രവിയണ്ണ ഒറ്റയ്ക്കിരുന്ന്? മതികളൊക്കെ എങ്ക? അതിന് ഞാനും മതികലി ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് മയിലിനോട് ആരാ പറഞ്ഞത്? അങ്ങനെയല്ലേ വേണ്ടത്. ഒരു വീടാവുമ്പോ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിനാണല്ലോ ഊണുമേശ എന്ന സംവിധാനം തന്നെ. ആ, അതൊക്കെ നല്ല വീടുകളില്. ഇതങ്ങനെ ഒരു നല്ല വീടല്ലല്ലോ. എന്താ രവിയണ്ണ, എന്താ പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച, അത്രേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും ഒരു കണ്ടിന്യൂറ്റി ഇല്ലേ, അത്രേ ഉള്ളൂ. രവിയുടെ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു, അത്രേ ഉള്ളൂ.
ഇതെന്താ രവിയണ്ണനെ ആരോ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന പോലെ? ഒന്നിനും ഒരു രുചിയില്ല മൈലമ്മേ. എന്നാലും വയറ്റിൽ വിശപ്പ് കിടന്ന് കത്തുന്നുണ്ട്. അതായി രണ്ടുപടി ചോറ് വാരി തിന്നിട്ട് കിടക്കാമെന്ന് വെച്ചത്. കിടന്നാലോ ഓർക്കവും വരത്തില്ല. ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്ന വയറ്, ഉറക്കം ആഗ്രഹിക്കുന്ന ശരീരം. പക്ഷേ ഇത് രണ്ടും ആവശ്യത്തിന് കിട്ടുന്നില്ല. ഒക്കെ രവിയണ്ണന്റെ തോന്നല. ജീവിതത്തിൽ ആർക്കാ അവിടെ പ്രശ്നമില്ലാത്തത്? ആർക്കാ ടെൻഷൻ ഇല്ലാത്തത്? അപ്പോ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണാം. ഇന്ന് ഇരുട്ടാണെങ്കിൽ നാളെ വെളിച്ചമാണെന്ന് ചിന്തിക്കാം. ചിന്തിക്കും തോറും മുമ്പിലുള്ള വഴികളെല്ലാം ഇരുട്ടുവെന്നറിയാണല്ലോ. ഇപ്പം എൻ്റെ അവസ്ഥ അതാ. രാവിലെ മനസ്സിനെ ജാമ്യത്തിലിറക്കാൻ പോയി. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ പോയേനെ. കാരണം കുട്ടിമണിയുടെ കണ്ണീര് അത്ര വലിയ വേദനയായിട്ട് ഉള്ളിൽ നിറഞ്ഞു. അവളുടെ ഓരോ തുള്ളി കണ്ണീരും എൻ്റെ ഹൃദയത്തിനു മീതെ മെഴുകുതിരി ഉരുകി വീഴും പോലെ പൊള്ളലോടെ വീണത്. അച്ഛനും അമ്മയില്ലല്ലോ. അവളിപ്പോ ഒരു അനാഥയെ പോലെ. ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ അവളെങ്ങനെ കരഞ്ഞോണ്ട് നടക്കാൻ വിടാമോ? പറ്റത്തില്ല. ബാലേട്ടന്റെ കാലവള് പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. മനസ്സിനെ കാണണമെന്ന് പറഞ്ഞു. അവളുടെ അറിവും അവളുടെ ലോകപരിചയവും അവളുടെ ബുദ്ധിയും വച്ച് അവള് ചെയ്യാവുന്ന യാതനകളെല്ലാം പാവം നടത്തി. എന്നിട്ടും പോയില്ലെങ്കിൽ അതുകൊണ്ടാണ് പോയത്. മതിയിലേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മുറിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചു. എനിക്കൊരു പിടി ചോറെടുത്ത് തരാനോ ഒരു ഗ്ലാസ് വെള്ളം തരാനോ ആരുമില്ല. സാരമില്ല, 10-28 കൊല്ലം ആരുമില്ലാതെയല്ലേ ഞാൻ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ ജീവിക്കാനും എനിക്ക് പ്രശ്നമൊന്നുമില്ല. രവിയണ്ണൻ ഇങ്ങനൊന്നും ചിന്തിക്കണ്ട. ആരും ഇല്ലെന്നും ചിന്തിക്കണ്ട. ഞാനില്ലേ? ഞാൻ രവിയണ്ണന്റെ കൂടെ നിൽക്കുന്നില്ലേ? രവിയണ്ണൻ ജീവിതത്തിൽ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ ഞാൻ. ഓ, അതെനിക്കറിയാം. ആ ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അവള് വന്നോ? ഇനിയിപ്പോ അയാളുടെ അടുത്ത് തന്നെ കാണും. ഇന്ന് ഞാൻ അവക്ക് കാണിച്ചു കൊടുക്കാം. രവിയണ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഏത് കുഴിയിൽ വേണമെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് കരയേറണമെന്നും ജീവിക്കണമെന്നും വിജയിക്കണമെന്നും ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ എത്തും. ആദ്യം മരിക്കുന്നത് മനസ്സാ, അത് കഴിഞ്ഞ ശരീരം മരിക്കും. നമ്മളെ കൊല്ലാൻ ആർക്കും കഴിയില്ലെന്ന് സ്വയം വിചാരിച്ചാ ഈ ലോകത്ത് നിന്ന് നമ്മളെ കൊണ്ടുപോവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഉപദേശിക്കാനും പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്. സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ പതറി നിന്നുപോകും എല്ലാവരും. കാലിനടിയിലെ മൺതരികൾ ചുട്ടുപൊള്ളുന്നത് അന്നേരം അറിയാം. കണ്ണീരിന് പകരം ചോര ഒഴുകിയിറങ്ങുന്നതറിയാം. ഞാനൊരു പുരുഷനാണ്. ഒരു പെൺകുട്ടിക്കൊപ്പം ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, സംസാരം, സ്പർശം. എനിക്കെൻ്റെ ഭാര്യ ഭക്ഷണം വിളമ്പി തരുന്നത്, ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്നത് എൻ്റെ ഭാര്യ. ഓരോ ഇഞ്ചിലും ഓരോ നിമിഷത്തിലും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവളുടേത്. ഞാൻ മാത്രമല്ല, ലോകത്ത് ഇതുപോലെ ഒരുപാട് പുരുഷന്മാർ കാണും. നിലതെറ്റുമ്പോൾ രണ്ടുപേരും ചിലപ്പോൾ പിരിഞ്ഞേക്കാം. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊല്ലുകയോ ഭർത്താവ് ഭാര്യയെ കൊന്ന് ആത്മഹത്യ ചെയ്യുകയോ ചെയ്തേക്കാം. ഒന്നിച്ച് ജീവിക്കാനായി വീട്ടുകാരും നാട്ടുകാരും കാണുക കൈപിടിച്ചവർ, അല്ലെങ്കിൽ പരസ്പരം കൊടുത്തൊരു വാക്കിന്റെ പേരിൽ ജീവിക്കുന്നവർ, ഒരു പ്രതിജ്ഞയുടെ ഉറപ്പിൽ കൈപിടിച്ചിറങ്ങുന്നവർ. അവർ രണ്ടു വഴിക്ക് പിരിയുന്നത് എത്ര വേദനയുള്ള കാര്യമാണെന്ന് നോക്കിക്കേ.
രവിയണ്ണൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? രവിയണ്ണനും മതികളാക്കാവും എങ്ങോട്ടും പിരിയുന്നില്ല. രവിയണ്ണൻ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. മതികളാക്ക രവിയണ്ണന്റെ വഴിക്ക് വരും, നോക്കിക്കോ. എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഒറ്റയ്ക്കായി പോയെന്ന തോന്നലാണിപ്പോ. ഉത്സവപ്പറമ്പിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയൊരു കുട്ടിയുടെ മനസ്സാണ് എനിക്കിപ്പോ. ആരും സഹായിക്കാനില്ല, പോകാൻ വഴിയും അറിയില്ല. ആർത്തലച്ച് കരയുന്നൊരു മനസ്സ്. രവിയണ്ണൻ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഞാനില്ലേ രവിയണ്ണന്റെ കൂടെ. ഇവിടെ ഞാൻ കഴിക്ക്, നിറച്ചു കഴിക്ക്. രവിയണ്ണൻ വിശന്ന വയറോട് കൂടി മനസ്സ് നേറി കടന്ന എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്താന്നറിയില്ല, നിങ്ങളുടെ അവസ്ഥയോട് എനിക്കിപ്പോ സഹതാപം തോന്നുന്നു. രവിയണ്ണനോട് എനിക്കൊരു അനുതാപം തോന്നിപ്പോയി. അതുകൊണ്ടാ. ഓഹോ, അപ്പൊ അത്രയിടം വരെ ആയല്ലേ? ആ, നീ എന്റെ ഭർത്താവിനെ മൊത്തത്തിലങ്ങ് ഏറ്റെടുത്തല്ലേടി? എന്തൊക്കെ ഇത്? മതി, എന്താ മതി ഇത്? മതി, എന്റെ മതി ഇതെന്ന്. മിണ്ടി പോരുത് നിങ്ങള്. നാണോ ഇല്ലാത്ത മനുഷ്യൻ. നിങ്ങൾക്ക് സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ തൊട്ടപ്പുറത്ത് ഒരുത്തി പോയി രഹസ്യബന്ധം അല്ലേ? അക്ക, ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല. നീ എങ്ങനത്തവളാണെന്ന് ഞാൻ ഇപ്പൊ കണ്ടറിഞ്ഞടി. ഭാര്യയായിട്ട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ അടുത്ത് പോയി ചോറും കറിയും വിളമ്പി കൊടുത്ത് അയാളുടെ തോളിലും പിടിച്ച് നീ പുതിയ ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്നോടി. പിഴച്ചവളെ, ഒരുപൊട്ടവളെ. അക്ക, മര്യാദയാ പേസ്. ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ ഒരു പെണ്ണ് തന്നെയാ ഞാൻ. എന്റെ മുഖത്ത് നോക്കി വൃത്തികെട്ടവളെ പിഴച്ചവളെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതിന് ചുട്ട മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ നാക്കുകൊണ്ട് തരുന്നില്ല, കൈകൊണ്ട് തരും. നീ ഒരു ചുക്കും ചെയ്യത്തില്ലടി. അഴിഞ്ഞാട്ടക്കാരികൾ വന്ന് ചോറ് വിളമ്പി തന്നപ്പോ നിങ്ങളുടെ വിശപ്പങ്ങ് ഇരട്ടിയായല്ലേ? നിങ്ങൾ വയറ് നിറച്ചുണ്ടിട്ട് കിടന്നുറങ്ങുന്നത് കാണണമെന്നല്ലേ ഇവള് പറഞ്ഞത്? എങ്കിലേ അവക്ക് സമാധാനം വരത്തുള്ളൂന്ന്. ഒരു കാര്യം ചെയ്, നിങ്ങള് മൊത്തമായിട്ടങ്ങ് കഴിച്ചു. നിങ്ങള് എന്താണ് നീ കാണിച്ചത്? അയ്യോ, ഇതെന്നാ ചോറിൽ അങ്ങ് കുളിച്ചിരിക്കുന്നേ? അയ്യോ, ഇതെന്നാ കുഞ്ഞേട്ടൻ ചോറ് കണ്ടങ്ങ് ഊരുണ്ടോ? അതോ ചോറും കറി എടുത്ത് കുളിച്ചോ? ഇതെന്താ പറ്റിയത്? ഈ ചോറും കറിയൊക്കെ എങ്ങനെ നിന്റെ തലയിൽ വീണത്? ഇതാരാ തട്ടിക്കളഞ്ഞത്? അമ്മ വാങ്ങമ്മ, വാങ്ങ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി മുറിയിലോട്ട് പോ. അതെ, അപജം ഇത് കണ്ടോ? കുഞ്ഞേട്ടൻ തലേ കൂടെ ചോറുണ്ടോ? തലേ കൂടെ ചോറ് വീണൊന്നുമല്ല, ഞാൻ തന്നെ ഇതെടുത്ത് തലേ തട്ടിയതാ. ഈ മുടിഞ്ഞവന്റെ, ഈ നന്ദി കെട്ടവന്റെ, കള്ളന്റെ, ചതിയന്റെ. മതി, നീ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരല്ലേ? സ്വന്തം ഭാര്യ അപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോ ഇപ്പുറത്തെ ഇവളുമായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞോണ്ടിരുന്ന ആളല്ലേ നിങ്ങള്? ഇവളുമായിട്ട് പുതിയ ബന്ധത്തെ പറ്റി സംസാരിച്ചോണ്ടിരുന്ന ആളല്ലേ നിങ്ങള്? എന്താ മോളെ, എന്താ ഈ കേൾക്കുന്നതൊക്കെ? അമ്മ, ഒന്നുമില്ലമ്മ. ഞാൻ ഇവിടെ വന്നപ്പോ രവിയണ്ണിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഇച്ചിരി ചോറും കറിയും വിളമ്പി കൊടുത്തു. അതിന്റെ പേരില മതികളാക്ക ഈ ചെയ്തത്. എടി വൃത്തികെട്ടവളെ, എന്റെ ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കാൻ നീ ആരാടി? അക്ക മുറിയിലായിരുന്നു. രവിന്റെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അതുകൊണ്ടാ ഇത്തിരി ഭക്ഷണം വിളമ്പി കൊടുത്തത്. എടി, ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് ഭാര്യയുടെ ജോലിയാ. ഭാര്യ അത് ചെയ്തില്ലെങ്കിൽ തനിയെ എടുത്തു വെച്ച് കഴിക്കും. അല്ലാതെ വഴിയെ പോകുന്നൊക്കെ എന്താടി കാര്യം? വഴിയെ പോകുന്നവള് അതിലെങ്ങ് പോയാ മതി. അല്ലാതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ആള് കളിക്കരുത് കേട്ടോ. ഇത്ര കോപപ്പെടാൻ ഞാൻ എന്ത് ചെയ്തെന്നാ? അക്ക അവിടെ ഭർത്താവിന് ഞാൻ ആഹാരം വിളമ്പി കൊടുത്തന്നല്ലേ ഉള്ളൂ. അതൊക്കെ ഇല്ലാത്തത് കൊണ്ടല്ലേ? ഇന്ന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നീ ഭക്ഷണം വിളമ്പി കൊടുത്തു. നാളെ ഞാൻ മുറി കേറ്റിയില്ലെന്ന് പറഞ്ഞ് നീ കിടക്ക വിരിച്ചു കൊടുക്കോടി. എന്റെ ദേഹത്തെങ്ങാനും നിന്റെ കൈ വീണാലേ എന്തടി നിനക്ക് പൊള്ളിയോ? നീ കാണിച്ചതിനെ ഒരു ഭാര്യ എന്ന നിലയിൽ ഇതിലും ചെറിയ എന്ത് ചോദ്യമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കേണ്ടത്? ഇതിനേക്കാൾ എന്ത് മര്യാദയായിട്ട് ഞാൻ നിന്നോട് കാണിക്കേണ്ടത്? എന്റെ ഭർത്താവ് വിശന്നിരുന്ന അയാൾക്ക് ഞാൻ വിളമ്പി കൊടുക്കും, അല്ലെങ്കിൽ തന്നെ വിളമ്പി കഴിക്കും.
അല്ലെങ്കിൽ അയാളുടെ പെങ്ങൾ ഈ പൊട്ടിമണി ഉണ്ടല്ലോ ഇവള് വിളമ്പി കൊടുക്കും, അല്ലെങ്കിൽ അപ്പച്ചമ്മ വിളമ്പി കൊടുക്കും. അല്ലാതെ നിനക്ക് എന്ത് ബന്ധമാണ് ഇവിടെ ഉള്ളത്? തമിഴ്നാട്ടിൽ കൂടി തെണ്ടി പാട്ട പറക്കി നടന്ന പാണ്ടി തെണ്ടി. നിനക്ക് എന്ത് ബന്ധമാണ് ഇങ്ങനെയോട്ടുള്ളത്? ഏത് വകുപ്പിലാണ് നീ ഇങ്ങനെ ഊട്ടാനായിട്ട് ഇറങ്ങിയത്? അപ്പോ നിനക്ക് എന്താ? നീ വള്ളവും വലയും ചൂണ്ടയും കൊണ്ട് ഇറങ്ങിയിരിക്കല്ലേ? ഏതാണുങ്ങളെ വല വീശി പിടിക്കണോന്ന് നോക്കി അല്ലേ? അപ്പൊ നിനക്ക് ഇവിടെ ഒരു സ്പേസ് കണ്ടു, അങ്ങോട്ട് ഇടിച്ചു കയറാനായിട്ട് നിക്ക അല്ലടി? ചോറ് വിളമ്പി വിളമ്പി ഊട്ടുന്നു. രവിയേട്ടന്റെ കണ്ണ് നിറയ്ക്കരുത്, രവിയേട്ടനൊരു ഉരുള കഴിച്ചണം. ഇങ്ങോട്ട് നോക്കിക്കേ, നീ മതികലയുടെ തനി സ്വഭാവം എടുപ്പിക്കരുത്. ഇടയ്ക്ക് ഞാനൊന്ന് പതുങ്ങി, അതുള്ളതാ, ഒന്ന് താണു. അപ്പൊ നീയൊക്കെ എന്താടി കരുതിയത്? മതികല ഇതോടെ തീർന്നോ? മതികല ഒതുങ്ങിന്നോ? കൊടുങ്കാറ്റിന്റെ മുമ്പത്തെ ശാന്തതയാടി അത്. എനിക്കെതിരെ എന്റെ ഭർത്താവിന് മുന്നിൽ നിർത്തി കളിക്കാൻ നോക്കുന്നോ നീ? പെണ്ണെ, നീ ഇങ്ങനെ തുള്ളാതെ മാറടി. തളേ, നിങ്ങളും മിണ്ടിയാലുണ്ടല്ലോ ഒറ്റ അടിക്ക് നിങ്ങളുടെ ശ്വാസം പോവും. ജീവിതം ഞാൻ തീർക്കും. വളർത്തു മോളെ വളർത്തുമ്പോ കൂട്ടിലിട്ട് വളർത്തണം, അല്ലാതെ കുടുംബം കലക്കാനായിട്ട് ഇങ്ങനെ അഴിച്ചു വിടരുത്, കേട്ടല്ലോ? ഞാൻ കുളിപ്പിച്ച സാമ്പാറിനായിരുന്നു. കുഞ്ഞാറ്റ വാ, ഞാൻ വെള്ളം കോരിത്തരാം. വാ വാ വാ. വേണ്ടേ? അയ്യോ, ചോറ് കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇവിടെ എല്ലാം അങ്ങായി. എന്റെ ദൈവമേ. മോളെ